ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടൂറിസ്റ്റ് ദാന്തീഷ് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇരുട്ടിൽ വെളിച്ചം, മൂന്നാമത്തെ പാഠമാണ്. ഇരുട്ടിൽ വെളിച്ചം എന്നുള്ളതാണ് എൻ്റെ തലവാചകം. അതിൻ്റെ മനഃപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്കു വെളിച്ചം ഉള്ളയിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിലെ 35-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴൊക്കെ, ഇരിക്കുന്ന കാലത്തോളം നിങ്ങളിങ്ങനെ നടക്കണം. ഇരുട്ടിൽ നടക്കുന്നവനൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ വൻ വിവാദത്തിൻ്റെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ പിശാചിനെ ഒരു മഹാസർപ്പമായും പാമ്പായും വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി തുനിയുന്നത് കൊണ്ട് പിശാചിനെ ഒരു മഹാസർപ്പമായും, ദൈവത്തിൻ്റെ ജനത്തെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവനൊരു പാമ്പായും ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദിമ കാലഘട്ടം നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മക്കളെ വല്ലാതെ പീഡിപ്പിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവത്തെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ചവരെ, ജാതീയ ദൈവങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ചവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചവരെ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനമെടുത്തവരെയൊക്കെ തന്നെ പലരെയും സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിയുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വല്ലാത്ത വലിയ പീഡനങ്ങൾ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ പീഡനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മനസ്സിനെ മാറ്റുവാൻ സാത്താന് കഴിഞ്ഞില്ല. അപ്പോൾ സാത്താൻ ഒരു പുതിയ തന്ത്രമെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കൊടിയ പീഡനങ്ങൾ അഴിച്ചുവിട്ട സാത്താൻ്റെ തന്ത്രങ്ങൾ ജയിക്കാത്തത് കൊണ്ട് സാത്താൻ പുതിയൊരു തന്ത്രമെടുത്തു. എന്താണ് ആ തന്ത്രം എന്ന് പറഞ്ഞാൽ അത് വിട്ടുവീഴ്ചയുടെ ഒരു തന്ത്രമായിരുന്നു. ദൈവത്തിൻ്റെ ജനത്തെ ഇനി അടിച്ചോ കൊന്നോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ടോ പരസ്യമായി കുറ്റവിചാരണ ചെയ്തോ ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന് സാത്താന് മനസ്സിലായി. കാരണം അത്രമാത്രം വചനത്തിൽ അടിയുറച്ച് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഇനി വിലപ്പോകില്ലെന്ന് മനസ്സിലായി. വിലപ്പോകില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്തു? സാത്താൻ പതുക്കെ തന്ത്രം മാറ്റി. ആ തന്ത്രം മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കു പഠിക്കാത്തതായ അനേക മക്കൾ, വിജാതീയർ, അവർ ദൈവത്തിൻ്റെ സഭയിലേക്ക് സ്നാനം സ്വീകരിച്ച് കടന്നു വന്നു. അവർക്ക് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു, അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അതിൽ പരിജ്ഞാനമില്ല. പക്ഷെ അവരെല്ലാം സ്നാനം സ്വീകരിച്ചു, ദൈവത്തിൻ്റെ സഭയിലേക്ക് കടന്നു വന്നു. സാത്താൻ്റെ തന്ത്രപരമായ ഒരു പ്രവൃത്തിയായിരുന്നു വിജാതീയരായ ആൾക്കാരെ ദൈവത്തിൻ്റെ സഭാജനങ്ങളുടെ ഇടയിലേക്ക് തിരികെ കയറ്റുക എന്ന തന്ത്രപരമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. അങ്ങനെ ഇവർ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവർ ഇങ്ങനെ ഈ ആൾക്കാർ വിജാതീയ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിക്കാത്തവർ വന്നപ്പോൾ അവർ എന്താണോ ആരാധിച്ചിരുന്നത്, അവർ ഏത് രീതിയിലായിരുന്നോ ആരാധിച്ചിരുന്നത്, ആരെയാണോ ആരാധിച്ചിരുന്നത്, ആ രീതിയിലൊക്കെ ഇവിടെയും ആരാധനകൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനകളിൽ അവരുടേതായ ആരാധന രീതികളെ അവർ അവലംബിച്ചു. അവരുടെ ദൈവങ്ങളെ എന്ത് ചെയ്തു? ഇവിടുത്തെ വിശുദ്ധന്മാരായിട്ട് വാഴ്ത്തപ്പെട്ടു. അവരുടെ വിഗ്രഹങ്ങളെ ഈ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് കൊണ്ടുവന്നു. ആരാധന ദിവസത്തെ അവരുടെ സൗകര്യപ്രദം എന്ത് ചെയ്തു? മാറ്റി. അപ്പോൾ സാത്താൻ തന്ത്രപരമായി അല്ലെങ്കിൽ അക്രമങ്ങളിലൂടെ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൽ നിന്നും മാറ്റുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സാത്താൻ അവിടെ തന്ത്രം പ്രയോഗിച്ചു. സാത്താൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മക്കളല്ലാത്തവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാന വിവരം ഇല്ലാത്തവരെ, ബോധമില്ലാത്തവരെ, ജ്ഞാനമില്ലാത്തവരെ സ്നാനപ്പെടുത്തി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവവിശ്വാസികളുടെ ഇടയിലേക്ക് ഇവരെ കടത്തി വിട്ടുകൊണ്ട് അവർ പിന്തുടർന്നതായ ആചാരങ്ങൾ, അവർ പിന്തുടർന്നതായ ആരാധന രീതികൾ ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ നടപ്പിലാക്കി കൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആരാധനയെ മലീമസപ്പെടുത്തുവാൻ സാത്താന് കഴിഞ്ഞു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്
വൻ വിവാദത്തിൻ്റെ ഭാഗമായി സാത്താൻ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ഇപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിലും നമുക്ക് പ്രത്യാശ നൽകുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും യേശുക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും എന്നത് വലിയ പ്രത്യാശയാണ്. അത് അക്രമങ്ങളിലൂടെ ആയാലും മാനസിക പീഡനങ്ങളിലൂടെ ആയാലും ദൈവത്തിൻ്റെ സഭയിൽ അനാചാരങ്ങൾ കടന്നു വന്ന അവസരത്തിലും ഇതിനെയൊക്കെ മറികടക്കുവാൻ മനസ്സുള്ളതായ ദൃഢനിശ്ചയമെടുത്ത വചനത്തിൽ വേരൂന്നി വളർന്നതായ ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കൾ നിലകൊള്ളും എന്നുള്ളതാണ് പ്രത്യാശ. ആ പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്തീയ ജീവിതത്തിലൂടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കേണ്ടത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ വിട്ടുവീഴ്ച സാത്താൻ്റെ സൂക്ഷ്മ തന്ത്രം. നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വിട്ടുവീഴ്ചയാണ് സാത്താൻ ചെയ്തതെന്ന്. അക്രമങ്ങൾ നടക്കാതെ വന്നപ്പോൾ പിന്നെ വിട്ടുവീഴ്ചയിലേക്ക് വന്നു. ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് സാത്താൻ്റെ സൂക്ഷ്മ തന്ത്രം എന്നുള്ളതാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. സത്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം. ഈ കർത്താവ് സത്യം ഉടലെടുക്കുന്നത് വിജ്ഞാനത്തിൻ്റെ ഉറവിടവും എല്ലാം അറിയുന്നവനും സ്നേഹവാനുമായ ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് സത്യത്തിൻ്റെ അടിസ്ഥാനം. കർത്താവായ യേശുക്രിസ്തുവാണ് സത്യം. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സാത്താൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ്? സാത്താൻ നുണയനാണ്, മാത്രമല്ല വ്യാജത്തിൻ്റെ പിതാവുമാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം സാത്താനെക്കുറിച്ച് പറയുന്നത്. സാത്താൻ നുണയനാണ്, വ്യാജത്തിൻ്റെ പിതാവുമാണ്. നമുക്കത് ആദ്യം മുതൽ തന്നെ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ കാണാൻ കഴിയും. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് സാത്താൻ. ഹവ്വയോട് എന്താ പറയുക നമുക്കറിയാം. ദൈവം പറഞ്ഞു നിങ്ങളത് കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ മരിച്ചു പോകും. അപ്പോൾ സാത്താൻ എന്താ പറഞ്ഞ? നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല, മാത്രവുമല്ല നിങ്ങളുടെ കണ്ണുകളെ തുറന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവം പറഞ്ഞതായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഹവ്വയോട് ദൈവം പറഞ്ഞതായ കാര്യത്തെ ഹവ്വ ലംഘിക്കാൻ തക്ക തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താൻ ഹവ്വയെ വശീകരിച്ചത്. അപ്പോൾ എത്രമാത്രം നുണയനാണ് സാത്താൻ എന്നുള്ളത് നമുക്കറിയാം. കാരണം പിന്നീടുള്ള ചരിത്രം ദൈവം പറഞ്ഞതാണ് ശരിയെന്ന് അവിടെ തെളിയിക്കപ്പെട്ടു. സാത്താൻ പറഞ്ഞത് നിങ്ങളെ കണ്ണുകളെ തുറന്ന് ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞല്ലേ. അവർക്ക് ഏതെന്തോ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവർ കണ്ണുകളെ തുറന്നപ്പോൾ തങ്ങൾ നഗ്നനാണ് എന്ന ബോധമാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഇവിടെ സാത്താൻ മനുഷ്യനെ നുണകൾ പറഞ്ഞെന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. ഇതേ തന്ത്രമാണ് സാത്താൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞതായ കാര്യങ്ങളെ ദുർബലപ്പെടുത്തുവാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുവാൻ സാത്താൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല പല തിരുവെഴുത്തുകളെയും വളച്ചൊടിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിത രീതിക്ക് അനുസൃതമായി മാറ്റുവാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ ശീലങ്ങളുടെക്ക് ഒത്തു വരുന്നെങ്കിൽ മനുഷ്യൻ അതിനെയാണ് സ്വീകരിക്കുന്നത്. അല്ല ദൈവം പറയുന്നൊരു കാര്യം നമുക്ക് പക്ഷേ പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സാത്താൻ പറയുന്നു അതിങ്ങനെ ചെയ്താൽ മതി എന്ന് വേറൊരു ഉപാധി പറഞ്ഞു തരുമ്പോൾ നാം പലപ്പോഴും അത് സ്വീകാര്യമാകുന്നു. അതാണ് സാത്താൻ്റെ തന്ത്രം. ആ ഉപാധികളിലൂടെയാണ് സാത്താൻ നമ്മെ എന്ത് ചെയ്യുന്നത്? വീഴ്ത്തുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് അങ്ങനെയല്ല. നാം സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. കാരണം സത്യത്തിനു മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ സാത്താൻ പറയുന്നത് സത്യമല്ല, സാത്താൻ കള്ളമാണ് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം സത്യം പറയുമ്പോൾ ആ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നു? തന്ത്രപൂർവ്വം അതിനെ മാറ്റി നമ്മുടെ മനസ്സുകൾ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. അപ്പോൾ നാം വിശുദ്ധ വേദപുസ്തകമാണ് വിശ്വസിക്കേണ്ടത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അതിൽ ഇല്ലാത്തത് ഒന്നുമില്ല. എന്താണ്? നമ്മുടെ
എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനനം മരണം ഒക്കെ എങ്ങനെയായിരിക്കും, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്രകാരമായിരിക്കും, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എപ്രകാരം ജീവിച്ചതെല്ലാം നമ്മുടെ രക്ഷാപദ്ധതി പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പം ഇത് സാത്താൻ അറിയാം. ദൈവത്തിൻ്റെ മക്കൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് രക്ഷയില്ല, വില പോകില്ല എന്ന് സാത്താൻ മനസ്സിലാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം ഈ വിശുദ്ധ വേദപുസ്തകം സാധാരണ ജനങ്ങൾക്ക് വായിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു, അവർക്ക് ലഭിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു, അവർക്ക് ലഭിച്ചിരുന്നില്ല. കാരണം സാധാരണ ജനങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ അവരെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നേരിട്ട് അറിയും, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ച് അറിയും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ശത്രുവിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെതായ വഞ്ചനകൾ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യും? തിരിച്ചറിയും. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അല്ലാതെ നമുക്ക് സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിയുവാനോ അതിനെ ചെറുക്കുവാനോ കഴിയില്ല. ഇത് സാത്താനും അറിയാം. സാത്താൻ എന്ത് ചെയ്യും? കാരണം കർത്താവായ യേശുക്രിസ്തുവും സാത്താനെ നേരിട്ടത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തു കാട്ടിയാണ് കർത്താവായ യേശുക്രിസ്തു പറയും, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നമുക്ക് സാത്താനെ പ്രതിരോധിക്കേണ്ടതിന് വിശുദ്ധ വേദപുസ്തകത്തിലുള്ള പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഇതാർക്കറിയാം? സാത്താൻ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു സാത്താൻ? വർഷങ്ങളോളം കാലങ്ങളോളം ദൈവത്തിൻ്റെ ജനത്തിന്, സാധാരണക്കാരായ ജനത്തിന് ഈ ബൈബിൾ ലഭ്യമാക്കിയില്ല. അന്ന് വ്യക്തികൾ, സാധാരണക്കാർ പുരോഹിതൻ എന്താണോ പറയുന്നത് അത് വിശ്വസിച്ചു പോയിരുന്നു. പുരോഹിതന്മാർ എന്ത് ചെയ്തു? അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പറഞ്ഞതായ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ബൈബിളിനെ അവരെന്ത് ചെയ്തു? അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദൈവത്തിന് പകരമായി, കർത്താവായ യേശുക്രിസ്തുവിന് പകരമായി ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ആരെ കണ്ടു? മാർപ്പാപ്പയെ അവർ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനെ ആരാധിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതായ ജനം അന്ന് ഇതൊന്നും ലഭ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ മാർപ്പാപ്പയാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? ആരാധിച്ചു. സാധാരണ തന്ത്രമാണത്. കാരണം കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവം എന്ന് ഈ ലോകം അംഗീകരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ആർക്കുണ്ട്? സാത്താനുണ്ട്. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിന് പകരം വേറൊരാൾ അവിടെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ലോകത്തിൻ്റെ പ്രതിപുരുഷൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാർപ്പാപ്പയാണ് എന്ന് സാത്താൻ എന്ത് ചെയ്തു? ഭൂരിപക്ഷം ആൾക്കാരെ കൊണ്ടും അംഗീകരിപ്പിച്ചു, അങ്ങനെ പഠിപ്പിച്ചു. അപ്പം വിട്ടുവീഴ്ചയിലൂടെ ദൈവത്തിൻ്റെ ആരാധനയിലും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെയും വല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ട്, സ്വന്തം താല്പര്യപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ സഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു, സഭാവിശ്വാസികളുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവർ തെറ്റായ പഠിപ്പിക്കലുകൾക്ക് വിധേയമാകുന്നു. ഇന്നലെ വരെ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയായിരുന്നു വിശ്വസിക്കേണ്ടിയിരുന്നത് എന്ന് വരെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിലും അതുണ്ട്. നുഴഞ്ഞു കയറ്റം സാത്താൻ എന്ത് ചെയ്യുന്നു? വളരെ തന്ത്രപരമായി നടത്തുന്നു. പക്ഷെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലുള്ള നമ്മുടെ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. അതില്ലാതെ നമുക്കൊരിക്കലും സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. വളരെ സൂക്ഷ്മമായ തന്ത്രത്തിലൂടെയാണ്. തന്ത്രം ഭയങ്കരമാണ് സാത്താൻ്റെ തന്ത്രം. കാരണം ദൈവവുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്ന ഹവ്വ പോലും എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി. അപ്പം അത്രയും ഭംഗിയായിട്ടാണ് സാത്താൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത്രയും വിശ്വാസ്യമായ രീതിയിലാണ് സാത്താൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് സാത്താൻ പറഞ്ഞ് പഠിപ്പിക്കും. അതിനുവേണ്ടി സമൂഹത്തിൽ ഉന്നതരായ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സഭയിൽ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. പക്ഷെ സാത്താൻ അവരിലൂടെ എന്ത് ചെയ്യും? വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ട് ഉപാധികളിലൂടെ അതിങ്ങനെയും ചെയ്യാം, ഇതാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് ശരി ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നമുക്കൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. അവൻ്റെ വഞ്ചനകൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിച്ചേ പറ്റൂ. നാം അതിൽ അറിവുള്ളവരായിരിക്കണം. അതുകൊണ്ട് നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിട്ടുവീഴ്ച ദൈവത്തിൻ്റെ മക്കൾക്ക് പാടില്ല എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നാം സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അസത്യത്തിലേക്ക് പോവുകയും
നമുക്ക് പറഞ്ഞിരിക്കുന്ന രക്ഷാപദ്ധതിയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം ചെയ്യേണ്ടതില്ല എന്നാണ് ഈ ഭാഗം നമ്മോട് അറിയിക്കുന്നത്. തിങ്കളാഴ്ച ഭാഗം പറയുന്നത് വന്യമായ ചെന്നായ്ക്കൾ. അപ്പോസ്തലനായ പൗലോസ് എഫെസിലെ ജനങ്ങൾക്ക് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. എഫെസിലെ ജനങ്ങളോട് അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പിന്നെന്താണ്, ദൈവത്തിൻ്റെ ജനത്തിന് ഇന്ന കാര്യങ്ങളുണ്ടാകും. നിങ്ങളെല്ലാം ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷേ ഇനിയൊരു കാലമുണ്ടാകും. എന്താണ്? നിങ്ങളുടെ ഇടയിൽ ആര് വരും? ചെന്നായ്ക്കൾ വരും. ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റെന്ത് ചെയ്യും? എന്താണ്, ആടുകളെ ആദരിക്കാത്ത, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത എന്ത് ചെയ്യും? ചെന്നായ്ക്കൾ വരും. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ വരും. അതായത് ആ വിശ്വാസികളെ സംരക്ഷിക്കാത്തതായ പുരോഹിതന്മാരുണ്ടാകും. സഭയിൽ നിന്ന് തന്നെ വിശ്വാസികൾക്ക് പീഡനമുണ്ടാകും. ദൈവത്തിൻ്റെ മക്കൾക്ക് സഭയിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും പീഡനം ഉണ്ടാകുന്ന കാലഘട്ടമുണ്ടാകും. അത് ഇവിടെ പറയുന്നത് പിന്നെന്താണ്, 1-2 നൂറ്റാണ്ടുകളിൽ ഈ പ്രവചനം നിവൃത്തിയായി എന്ന് പറയുന്നു. ചക്രവർത്തിയെ അനുസരിച്ച് റോമിലെ ദൈവത്തെ വിട്ടുനിന്ന വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടു, തടവിലാക്കപ്പെട്ടു, സ്തംഭത്തിൽ കെട്ടി ചുട്ടുകൊല്ലപ്പെട്ടു. അപ്പം പീഡനമുണ്ടായി. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ ആദരിക്കാത്ത പുരോഹിതന്മാർ അവരുടെ ഉണ്ടായപ്പോൾ വിശ്വാസികൾക്ക് പല തരത്തിലുമുള്ള പീഡനങ്ങൾ ഉണ്ടായി. ഇനിയും അത് ഉണ്ടാകും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ അറിയാത്ത ചെന്നായ്ക്കൾ എന്ത് ചെയ്യും? വരും. 2 എന്ന് പറയുന്നത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകും. ആരുടെയിൽ നിന്നും? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നും നാം ഇപ്പോൾ പഠിപ്പിക്കുന്നതായ ഉപദേശത്തിന് വിപരീതമായി പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി പഠിപ്പിക്കുന്ന, സത്യത്തിന് എതിരായി പഠിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അത് പിന്നെ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അങ്ങനെയുള്ളവർ നിങ്ങൾ സൂക്ഷിക്കണം. അതും 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലൊക്കെ സഭയ്ക്കുണ്ടായതായ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. ദൈവത്തെ അറിയാത്തായ, വചനത്തിൽ താല്പര്യമില്ലാത്ത, വചനത്തിൽ വിശ്വാസമില്ലാത്ത കുറേ ആൾക്കാർ എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് വന്നു. അവർ ഇതിനകത്ത് വന്നിട്ട് ഇതിലുള്ളതായ ദൈവത്തിൻ്റെ ജനത്തെയും തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ മാനിക്കാത്ത ചെന്നായ്ക്കൾ ഉണ്ടായെന്ന് പറഞ്ഞു. 2, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിപരീത ഉപദേശം, ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം പ്രവചനങ്ങൾക്കെതിരെയുള്ള വിപരീതമായ ഉപദേശം പുറപ്പെടുവിക്കുന്നതായ ചില വ്യക്തികളും ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ സൂക്ഷിച്ചു കൊള്ളാനാണ് പൗലോസ് അവരോട് പറയുന്നത്. കാരണം സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? പലപ്പോഴും അവരുടെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വീണു പോകും. അപ്പോൾ പൗലോസ് ഇത് പറയേണ്ട കാരണം, ആ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് എന്തുണ്ടായി? അവരിൽ നിന്നുണ്ടായി അധർമ്മത്തിൻ്റെ നിഗൂഢത അവരിലും ഉണ്ടായി. പലരും ഈ ഉപദേശങ്ങൾക്ക് വഴിപ്പെട്ടു പോയവരെന്ന് പൗലോസ് കണ്ടു. അതുകൊണ്ടാണ് പൗലോസ് അവരെ ഉപദേശിച്ചത്. അവർ ഈ ദൈവത്തിൻ്റെ സത്യത്തിനെതിരെ ഉള്ള ഉപദേശത്തിന് വഴിപ്പെട്ടു പോവുകയും ജാതീയമായ ആരാധന ദൈവത്തിൻ്റെ സഭയിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പം സത്യ ആരാധനയുടെ ഇടയിൽ അവർ വ്യാജം കൊണ്ടുവന്ന് കലർത്തിക്കളഞ്ഞു. അങ്ങനെ ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി. അവരുടെ ഞായറാഴ്ച ആരാധന കൊണ്ടുവന്നു, വിഗ്രഹാരാധന ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു. അവരുടെ പല ദേവന്മാരെയും ഇവിടെ എന്ത് ചെയ്തു? വിശുദ്ധന്മാരെന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലാത്തതായ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആരാധനയിൽ ഉൾപ്പെടുത്തി. അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമായിരുന്നു. കാരണം സത്യത്തിലും ആത്മാവിലുമുള്ള ദൈവത്തിൻ്റെ ആരാധനയെ തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ തന്ത്രം. അതിലെന്ത് ചെയ്തു? മായം ചേർത്തു ദൈവത്തിൻ്റെ ആരാധനയിൽ. അതങ്ങനെയല്ല, ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പിച്ചു. അപ്പോൾ പൗലോസ് അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് പൗലോസ് നമ്മോട് പറയുന്നത്. ഒന്ന്, നമ്മളുടെ ഇടയിൽ എന്ത് ചെയ്യും? നമ്മെ അറിയാത്തതായ, ദൈവത്തിൻ്റെ മക്കളെ അറിയാത്തതായ ചെന്നായ്ക്കൾ എന്ത് ചെയ്യും? വന്നു ചേരും. 2, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സംസാരിക്കുന്നവരും ഉണ്ടാകും.
കാരണം പുറം ജാതിയിൽ നിന്ന് എന്തുണ്ട് കയറി വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പലരും ഈ സഭയിലേക്ക് കടന്നു വരുന്നവർ, അവർ ദൈവത്തിൻ്റെ വചനം ഭംഗിയായി പഠിച്ചിട്ട് വരുന്നവരോ അല്ലെങ്കിൽ അത് വിശ്വസിച്ച് വരുന്നവരോ അല്ല എന്നുള്ളതാണ്. അവരിലൂടെ സാത്താൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അവരെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സത്യത്തിനെതിരെ അവർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ഇടയിലും അത്തരം അവർ വരുമ്പോഴും അങ്ങനെ പഠിപ്പിക്കുമ്പോഴുമൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അതിലും ഒരു ശരിയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു സംശയത്തിൻ്റെ വിത്തുകൾ പലപ്പോഴും ഇത്തരം പഠിപ്പിക്കലുകൾ, ഇത്തരം പ്രസംഗങ്ങളൊക്കെ സംശയത്തിൻ്റെ വിത്തുകൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? പാകിയിട്ട് പോകും. അതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ പോലും ഇത്തരം പഠിപ്പിക്കലുകൾ സംശയത്തിൻ്റെ ആരംഭം കുറിക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഇടയിൽ ചെന്നായ്ക്കൾ വരാതിരിക്കുവാൻ വേണ്ടി, വിപരീത ഉപദേശം പഠിപ്പിക്കുന്നതായ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകം നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. വിട്ടുവീഴ്ചകൾക്ക് നാം തയ്യാറാകരുത്. ദൈവിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് നാം തയ്യാറാകരുത് എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. സാത്താൻ്റെ തന്ത്രങ്ങളിൽ രണ്ടാമത്തെ ഭാഗം വന്യമായ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയാൻ തക്കതായ ബോധം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് വചനത്താൽ സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ മക്കൾ സംരക്ഷിക്കപ്പെടുന്ന എപ്രകാരമാണെന്ന് ചോദിച്ചാൽ വചനത്താലാണ് സംരക്ഷിക്കപ്പെടുന്നത്. നമുക്ക് ഒരു പ്രതിരോധം തീർക്കുവാൻ വചനത്താൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകം സാത്താൻ്റെ അടുത്ത തന്ത്രമാണ്. വിശുദ്ധ വേദപുസ്തകം മുഴുവനായി വിശ്വസിക്കേണ്ടതുണ്ടോ? അത് കുറച്ച് ഭാഗം മാത്രമേ ശരിയുള്ളൂ, കുറച്ച് ഭാഗം ശരിയില്ല, അതിൽ വൈരുദ്ധ്യങ്ങൾ കാണുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നതായ ചില ഭാഗങ്ങൾ നമുക്കറിയാം, ചില വ്യക്തികൾ നമുക്കറിയാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവശാസ്ത്രീയമാണോ? അത് മുഴുവനുമായി വിശ്വസിക്കേണ്ടതാണ്. അതിൽ ഒരു ഭാഗം മാത്രം പ്രധാനപ്പെട്ടതും മറ്റേ ഭാഗം പ്രധാനപ്പെട്ടതല്ലാത്തതുമാകുന്നില്ല. വിശുദ്ധ വേദപുസ്തകം മുഴുവനും ദൈവശാസ്ത്രീയമാണ്. അത് മുഴുവനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഈ വൻ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്ന വിഷയം ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ദൈവം വിഭാവനം ചെയ്തിട്ടുള്ള വലിയ രക്ഷാപദ്ധതി, ഇതൊക്കെ നാം മനസ്സിലാക്കുന്നത് തിരുവെഴുത്തുകളിലൂടെയാണ്. തിരുവെഴുത്തില്ലായിരുന്നെങ്കിലോ? അപ്പോൾ തിരുവെഴുത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുക എന്നുള്ളത് സാത്താൻ്റെ തന്ത്രമാണ്. അതെല്ലാം ആവശ്യമില്ല, വളരെ കുറച്ച് ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ മക്കൾക്ക് അടിസ്ഥാനപരമായി ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ തിരുവെഴുത്ത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ സാത്താൻ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ പലപ്പോഴും വീണു പോകാറുണ്ട് പലരും. പറഞ്ഞ ശരിയാണല്ലോ, അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കും, ഇതൊന്നും അങ്ങനെയൊന്നും അല്ലെന്നേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തെ നാം പലപ്പോഴും അല്ലെങ്കിൽ പല വ്യക്തികളും വളരെ അതിനോട് ഭയങ്കര വിശ്വാസമുണ്ട് എന്നും അതിനോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഈ ലോകത്തെ പല പണ്ഡിതന്മാരും പല വിദ്വാൻമാരും പിന്നെ വിദ്യാഭ്യാസമായി ഉന്നതിയിലെത്തിയിട്ടുള്ളവരൊക്കെ പറയുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്നത് കുറേ കവിതയും കുറേ സാഹിത്യവും കുറേ രാജാക്കന്മാരും കുറേ മീൻപിടുത്തക്കാരും കുറേ സാധാരണക്കാരൊക്കെ ഇടയന്മാരും മത്സ്യത്തൊഴിലാളികളൊക്കെ എഴുതിയതായ ഒരു പുസ്തകം മാത്രമാണെന്നാണ് പറയുന്നത്. മറ്റേതൊരു സാഹിത്യ ശാഖയിലെ പുസ്തകങ്ങളെ പോലെ അല്ലെങ്കിൽ പുസ്തകത്തെ പോലെ മാത്രമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ, നമുക്ക് ആ വേദപുസ്തകത്തിന്മേലുള്ള വിശ്വാസത്തെ പതുക്കെ 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 താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ വീണു പോകരുത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിന്നെ അതിലാരും വിശ്വസിക്കില്ലല്ലോ. സാത്താൻ്റെ തന്ത്രമാണ്. നമുക്കറിയാം, നമ്മൾ കൂടുതൽ പഠിക്കുന്നതോറും കൂടുതൽ സംശയമുണ്ടാകും ഓരോ മനുഷ്യനും. ഒന്നും പഠിക്കാതിരുന്നാൽ ഒരു സംശയമില്ല,
പക്ഷെ നമ്മൾ പഠിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ സോളാറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഗാലക്സിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പഠിച്ച് വരുന്നതോട് കൂടുതൽ സംശയങ്ങളുണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നത് മാനുഷിക കണ്ണുകളിലൂടെ ആയിരിക്കരുത് എന്നുള്ളതാണ് വിഷയം. കാരണം അങ്ങനെ പഠിച്ചാൽ നമുക്കൊന്നും മനസ്സിലാക്കിയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം അതിനെ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യും, സംരക്ഷിക്കപ്പെടും. ആ വചനം നമ്മെ സംരക്ഷിച്ചുകൊള്ളും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ദുർബലപ്പെട്ടു പോകും. സാത്താൻ്റെ മുന്നിൽ നമ്മൾ പരാജയം അനുഭവിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ മുന്നറിയിപ്പ് തരുന്നത്. നാം വചനത്തിൽ ഉറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പയൽപ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും, ദൈവം നമ്മെ സംരക്ഷിക്കും. അതൊരു വലിയ പ്രത്യാശയുടെ കാര്യമാണ്. നമ്മുടെ ഓരോ ദൈവജനത്തിനും അതൊരു വലിയ പ്രത്യാശയാണ്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് എന്തിനും ആശ്രയിക്കാൻ കഴിയുന്നതായ ഒരു വലിയ പുസ്തകമാണ്. അത് ദൈവശ്വാസീയമാണ്. അതിൻ്റെ ഭാഗികമായി മാത്രമല്ല ദൈവശ്വാസീയം, അത് മുഴുവനുമായിട്ടും ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയിട്ടുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് സാത്താൻ്റെ വൻ പോരാട്ടത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാനും നമ്മെ രക്ഷിക്കുവാനും കഴിയും എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ബുധനാഴ്ച പാഠഭാഗം പറയുന്നത് തിരുവെഴുത്തുകൾക്ക് പുറമെ മാനുഷിക യുക്തി. ഇവിടെ പറയുന്നത് നമുക്ക് കർത്താവ് യേശുക്രിസ്തു നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ ശരിയായ വഴി ഏതെന്ന് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു, ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ അറിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകുന്നു. നമുക്ക് ഭാവി ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവി ജീവിതം ഇപ്രകാരമായിരിക്കുമെന്നും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ലോകത്ത് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കണമെന്നും അതിലൂടെ മാത്രമേ നമുക്ക് സാത്താനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്, സാത്താൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ അല്ല എങ്കിൽ ദൈവത്തിൻ്റെ സഹായമോ ആവശ്യമില്ല, മനുഷ്യൻ്റെ യുക്തി വെച്ച് തന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തെ മനസ്സിലാക്കാം എന്നാണ് സാത്താൻ പഠിപ്പിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വചനത്തെ മനുഷ്യൻ്റെ യുക്തി വെച്ച് അളക്കാൻ പോയാൽ പരിമിതമായ മനുഷ്യൻ്റെ യുക്തിക്ക് ദൈവത്തിൻ്റെ വചനത്തെ അളക്കാൻ കഴിയുകയില്ല. പക്ഷേ സാത്താൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവൊന്നും വേണ്ട ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ സ്വന്തം യുക്തി ഒന്ന് പ്രയോഗിച്ച് നോക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ യുക്തി പ്രയോഗിച്ചാൽ പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിനും സത്യത്തിനും വിരുദ്ധമായിരിക്കും നമ്മുടെ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ഈ ഗ്രന്ഥകാരനും അതിൻ്റെ ഭാര്യയും കുറേ നാൾ ഒരു ദിവസം ഇങ്ങനെ യാത്ര പുറപ്പെട്ടു കാട്ടിലൂടെ. മിക്കപ്പോഴും പോകുന്ന സ്ഥലമാണ്, അവർക്ക് വഴി അറിയാം. പക്ഷേ കുറേ ദൂരം നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവർ വഴി തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. ഇരുട്ടായി, തിരിച്ചു വരാൻ അവർക്ക് ആരെയും കണ്ടില്ല. എന്നാൽ ഭാഗ്യവശാൽ വഴി അറിയാമെന്നുള്ള വേറെ കുറേ കാൽനട യാത്രക്കാരെ കാണുകയും അവരിവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വഴികാട്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് തിരികെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ഒരു വഴികാട്ടി. അതുപോലെ കർത്താവ് യേശുക്രിസ്തുവിടെ പോയപ്പോഴും നമ്മെ തനിച്ചാക്കിയിട്ടല്ല പോകുന്നത്, മറിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടാണ് കർത്താവ് യേശുക്രിസ്തു പോയത്. അത് കള്ളവും ചതിവും ശരിയും തെറ്റും നന്മയും തിന്മയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, വേർതിരിച്ച് കാണിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ഗ്രഹിക്കാനും കഴിയുമെന്ന് പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരിവിടെ ഉണ്ട്. എന്നാൽ തെറ്റാണ്. ദൈവത്തിൻ്റെ വചനം കൂടാതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. മനുഷ്യൻ്റെ യുക്തിക്ക് അളക്കാൻ കഴിയുന്നതല്ല ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ. അതുകൊണ്ട് നമ്മുടെ മാനുഷിക യുക്തി വെച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ വിശകലനം ചെയ്യാൻ പോകരുത്. ഒരുപക്ഷെ നാം വിദ്യാസമ്പന്നരായിരിക്കാം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ആ അളവുകോൽ വെച്ച് ദൈവത്തിൻ്റെ വചനത്തെ അളക്കുമെന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഒരിക്കലും അരുത് എന്നാണ് വിശുദ്ധ സംഭവം. കാരണം നമ്മളെക്കാൾ എത്രയോ പതിന്മടങ്ങ് ബുദ്ധിയും ശക്തിയുമുള്ള ആളാണ് ഈ തിരുവെഴുത്തുകൾ എഴുതിയിട്ടുള്ളത്.
അപ്പോൾ ആ തിരുവെഴുത്തുകൾ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ ആജ്ഞ കൊടുത്ത ദൈവശ്വാസി അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായ ആ വ്യക്തികൾ എഴുതിയപ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുകയുണ്ടായി എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി തരുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് കൂടിയേ കഴിയൂ. അതില്ല എന്ന് പറയുന്നവർ, അത് വേണ്ട എന്ന് പറയുന്നവർ, നേരത്തെ പറഞ്ഞതുപോലെ വിപരീത ഉപദേശം കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സഭയിൽ നുഴഞ്ഞ് കയറിയ സാത്താൻ്റെ പ്രവാചകന്മാരും സന്തതികളുമാണ് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. മനസ്സിന് വേണ്ടിയുള്ള ഇത് എന്തിനാണ് വൻവിവാദം? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയുള്ളത്? ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കളുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം, ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് വൻവിവാദം. അപ്പം നമ്മുടെ മനസ്സുകൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. സാത്താൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആജ്ഞകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സുകൾ എന്ത് ചെയ്യുന്നു? കുരുടാക്കുന്നു, അല്ലെങ്കിൽ ഇരുണ്ടതാക്കുന്നു. അത് സാത്താൻ്റെ വേലയാണ്. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് തിരിക്കുക എന്നുള്ളതാണ് സാത്താൻ ശ്രമിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നീ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ വൻവിവാദം എന്ന് പറയുന്നത് നാം ആരുടെ ഭാഗത്തേക്കും, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നാം ദൈവത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ദൈവത്തിന് കൊടുക്കണം. ഇവിടെ പറയുന്നത് മനസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അധികരിച്ച അഹങ്കാരത്തിനും ആത്മാഭിമാനത്തിനും അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നു. സാധാരണ എന്ത് ചെയ്യുന്നു? മനുഷ്യരെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിൽ മാറ്റി നിർത്തുന്നു. അതായത് കാര്യം, അത് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരീരത്തിനും ആത്മാവിനും അതിര് കടന്ന അധ്വാനം നൽകി മനസ്സിൻ്റെ ശക്തിയെ വ്യതിചലിപ്പിച്ചുകൊണ്ടും ഈ ലോകത്തിലെ കാര്യങ്ങളിലൂടെ മനസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടും അധികരിച്ച അഹങ്കാരത്തിനും ആത്മാഭിമാനത്തിനും അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. അപ്പം നമുക്കെന്താണ്? ഈ ലോകത്തെ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ മനസ്സിനെ നിറയ്ക്കും. അമിതമായ ജോലിഭാരം നമുക്കുണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനസിക ഭാരമുണ്ടാകും. ലൗകികമായ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കും സാത്താൻ. അപ്പോൾ എന്തു ചെയ്യും? നാം ദൈവത്തെങ്കിലേക്ക് തിരിയുകയില്ല. അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. നമ്മുടെ മനസ്സിനെ എപ്പോഴും എന്ത് ചെയ്യണം? ഈ ലോകവുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ നിർത്തണമെന്നുള്ളത്. ദൈവവുമായി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ലൗകികമായ ചിന്തകൾ, സാമ്പത്തികമായ ചിന്തകൾ, വിദ്യാഭ്യാസപരമായ ചിന്തകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒക്കെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സെപ്പോഴും ബിസി ആയിരിക്കും. മറ്റു കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റില്ല. സാത്താൻ കൊണ്ട് തന്ത്രമാണ്. സാത്താൻ്റെ വളരെ തന്ത്രപരമായ ഒരു വേലയാണത്. ദൈവത്തിൻ്റെ ജനം അത് മനസ്സിലാക്കണം. നമ്മുടെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ കുറേ ആൾക്കാരുണ്ട്. അവർ ഇത് കേൾക്കാത്തത് കൊണ്ട് അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അവർക്ക് അറിയണം താല്പര്യമില്ലായിരുന്നു. പലരും പോയാലും അങ്ങനെയാണ്. അവരത് കേൾക്കാത്തത് കൊണ്ട്, സുവിശേഷം കേൾക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ അറിഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക്, ഇങ്ങനെ സുവിശേഷം കേട്ടിട്ടും സുവിശേഷത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതിരിക്കുന്നവർ, അവർക്കുള്ളൊരു വഴികാട്ടിയാണ് സുവിശേഷം. അവർ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കണം. അവരത് വിശ്വസിച്ചു പോയാൽ, ജീവിച്ചാൽ ദൈവം അവർക്കായതയും രക്ഷ കൊണ്ടുവരും. അപ്പം നമ്മുടെ മനസ്സിന് വേണ്ടിയുള്ളൊരു വൻ പോരാട്ടമാണ് നടക്കുന്നത്. ആ വൻ പോരാട്ടത്തിൽ സാത്താൻ എല്ലാ തന്ത്രങ്ങളും കൂടെ ഉപയോഗിക്കും. നേരത്തെ മുൻകാലങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ കൊടിയ പീഡനങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് സാധാരണ കൊണ്ടുവന്നെങ്കിൽ, പിന്നീട് സാധാരണ തന്ത്രം മാറുകയും 3-4 നൂറ്റാണ്ടുകളിൽ ദൈവത്തിൻ്റെ സഭയിലേക്ക് വിജാതീയരെ കൊണ്ടുവരികയും അവരുടെ സംസ്കാരവും അവരുടെ ആരാധന രീതിയൊക്കെ ദൈവത്തിൻ്റെ സഭയിൽ കൂട്ടിക്കുഴയ്ക്കുകയും ദൈവത്തിൻ്റെ സഭയുടെ ആരാധനയെ മലീമസമാക്കുകയും ചെയ്തതായി കാണുന്നു. അടുത്തെന്താ ചെയ്തത്? അവൻ ദൈവത്തിൻ്റെ സഭയിൽ നുഴഞ്ഞു കയറി വിശുദ്ധ വേദപുസ്തകം ദൈവശ്വാസീയമല്ല എന്നും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ശരിയെന്നും അതുകൊണ്ട് അത് മൊത്തമായിട്ട് അനുസരിക്കേണ്ടതില്ല എന്നും അതിങ്ങനെയാണ്, കുറേ ആൾക്കാർ മാത്രം എഴുതിയ കഥയും കവിതയും ഒക്കെയാണ് അതെന്ന് മാത്രം അതിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ മഹത്വത്തെ സാത്താൻ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ മനസ്സിന് വേണ്ടിയുള്ളൊരു വൻ വിവാദത്തിൻ്റെ ഭാഗത്തിലാണ് നാം നിൽക്കുന്നത്. സാത്താൻ നമ്മുടെ മനസ്സുകളിലൊക്കെ പറയുന്നത് ഇതിനൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ കൽപ്പനകൾ അതെല്ലാം അനുസരിക്കാൻ പറ്റുന്നതൊന്നുമല്ല. അതനുസരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ അവർ പറയുന്നത് ഏതെങ്കിലും വാക്യം ചൂണ്ടിക്കാണിച്ച് പറയും കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയില്ല.
അപ്പോൾ സാത്താൻ ഇങ്ങനെ വിപരീതമായ പഠനങ്ങൾ കൊണ്ടുവരും നമ്മുടെ മനസ്സുകളിൽ, ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും, സംശയങ്ങൾ, വല്ലാത്ത സംശയങ്ങൾ നമുക്ക് കൊണ്ടുവരും. നമ്മുടെ യുക്തി ഉപയോഗിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ അളക്കുവാൻ വേണ്ടി, അതിനെ വിവരിക്കാൻ വേണ്ടി സാത്താൻ പഠിപ്പിക്കും നമ്മളെ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ അറിവിനെയും ദൈവത്തിൻ്റെ വേലകളെയും മനസ്സിലാക്കാൻ നാം പ്രാപ്തിയില്ലാത്തവരാണ്. നമ്മുടെ യുക്തി ഉപയോഗിച്ചായിരിക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ നാം സമീപിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനോട് തന്നെ ആയിരിക്കണം. സാത്താൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ സാത്താൻ നമ്മുടെ മനസ്സിലെന്ത് ചെയ്യുന്നു? ഇരുട്ടാക്കി കളയുന്നു, ദൈവത്തിന് പ്രവേശമില്ലാതായി കളഞ്ഞു. ആ വൻ വിവാദത്തിൻ്റെ ഭാഗത്ത് നാം നിൽക്കുമ്പോൾ നാം സാത്താൻ്റെ ഇത്തരം തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നതുകൊണ്ടാണ് ഈ പാഠഭാഗം നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാത്താൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയട്ടെ, അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, മനോഹരമായൊരു ദിവസം ഞങ്ങൾക്ക് തന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അല്പസമയം ഞങ്ങൾക്ക് അങ്ങയുടെ വചനവുമായി ചിന്തിക്കുവാനിടയ്ക്ക് മഹാദേവിക്ക് വേണ്ടി സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നവർ, കർത്താവേ, ഇത് കാണുകയും ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളിൽ കർത്താവെ 10, 60, 100 മേനിയായി പ്രതിഫലം ലഭിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥിക്കുന്നു. അവർ തളർന്നു പോകാതെ, വീണു പോകാതെ, നിരാശരായി പോകാതെ ഈ വേല, ദൈവത്തിൻ്റെ വേല, സുവിശേഷം കർത്താവായിട്ട് മുന്നോട്ട് പോകുവാനും സഹായിക്കണമേ. അനേകം മക്കൾക്ക് ഇത് അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, ഇതിൻ്റെ സാമ്പത്തികമായ സഹായം ചെയ്യുന്നത് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ കൃപയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ കർത്താവെ വീണ്ടും കണ്ടുമുട്ടോളം അപ്പൻ്റെ കൃപയിൽ കാത്തുകൊള്ളണം. സകലവിധ മാനവമത്വൻ്റെ കർത്താവ് കൈക്കൊള്ളണം. യേശു അപ്പൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ. സ്തോത്രം.